ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. എൻ്റെ ഇൻബോക്സിൽ ഇന്ന് എനിക്ക് വന്ന് കിടക്കുന്നത് 400+ മെസ്സേജസ് ആണ്. അതായത് എല്ലാ മെസ്സേജസും എനിക്ക് വായിച്ച് അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് മക്കൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും അതിലൊക്കെ കോമൺ ആയിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എനിക്ക് ഇവിടെ വന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. സോ ഒരു കുട്ടി എനിക്ക് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരുവിധം എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അതായത് ഈ കുട്ടി വീട്ടിലിരുന്ന് റിപ്പീറ്റ് ചെയ്യായിരുന്നു. അപ്പം നല്ല രീതിയിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ചു പോവായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെയോ മെൻ്റൽ സ്ട്രെസ് വന്നു. അതായത് പഠിക്കുമ്പം ഇങ്ങനെ പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല, മോക്ക് ടെസ്റ്റിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പം ആ കുട്ടി ഭയങ്കരമായിട്ട് മെൻ്റലി സ്ട്രെസ്ഡ് ആയി. അപ്പം ഈ കുട്ടി പറയുന്നത്, മാം ഒരു ദിവസം എനിക്ക് എന്താ പറയുക, ബെഡിൽ നിന്ന് എണീറ്റൊന്ന് കുളിക്കാൻ പോലുമുള്ള അത്രയ്ക്ക് പോലും എനിക്കൊരു എനർജി ഇല്ലാത്ത പോലെ ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. അതിൻ്റെ കൂടെ കുട്ടിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പോൾ ഈ കുട്ടിയുടെ പേരൻസ് ആദ്യം ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുഴപ്പമില്ല, നിനക്ക് പറ്റുന്ന പോലെ പഠിക്കുന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പോകെ ഈ കുട്ടി പറയുന്നത് പേരൻസിന് എന്നോടുള്ള ഒരു വിശ്വാസം കുറയുന്നത് പോലെ അവർക്ക് തോന്നുകയാണ് ഞാൻ പെർഫോം ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, പിന്നെ എന്നെ എപ്പോഴും കമ്പയർ ചെയ്യും. ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ആക്റ്റീവ് ആണല്ലോ, നിനക്ക് അവരെ പോലെ ആക്റ്റീവ് ആയിക്കൂടെ, നീ എന്താ ഇങ്ങനെ മടിച്ചായിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ അതുപോലെ ഇവർക്ക് ഒരുപാട് ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ വീട്ടിലാണെങ്കിൽ ഫാമിലിയിൽ ഭയങ്കര വഴക്ക്, റിലേറ്റീവ്സ് തമ്മിൽ ഭയങ്കര പ്രശ്നം. അപ്പം ആരെങ്കിലുമൊക്കെ എപ്പോഴും വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിൽ എപ്പോഴും ഫോണിലായിരിക്കും ആരുടെങ്കിലുമൊക്കെ സംസാരിച്ച് ഈ കാര്യങ്ങൾ തന്നെ ഫുൾ നെഗറ്റീവ് എനർജി അവളുടെ വീട്ടിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആ കുട്ടി ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആദ്യം എനിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ തോന്നിയായിരുന്നു എനിക്കിങ്ങനെ ഡിപ്രഷൻ വന്നപ്പോഴും ഞാൻ ഓക്കെ ആവും, എനിക്ക് എൻ്റെ പാരൻസിന് വേണ്ടി എനിക്ക് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് ഒട്ടും പറ്റുന്നില്ല. മാം, ഞാൻ എന്തിനാ പഠിക്കുന്നത്? ഞാൻ പഠിച്ചിട്ട് ഞാൻ എത്ര വലിയ ആളായാലും ഈ പ്രശ്നങ്ങളൊക്കെ എൻഡ് ചെയ്യാൻ പോകുന്നുണ്ടോ? ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈ കുട്ടി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് നെവർ എൻഡിങ് ലൂപ്പ് ഓഫ്. കുട്ടി പറയുന്നത് ഇങ്ങനെ ഒരിക്കലും തീരാത്ത കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള രീതിയിൽ. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് വന്ന് സംസാരിക്കണം തോന്നി. ബിക്കോസ് ഇത് കുട്ടികളോട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. സോ ഡിയർ പാരൻസ്, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. എനിക്കറിയാം ഒരുപാട് പാരൻസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, ഒരുപാട് പേരുടെ മെസ്സേജസും വരാറുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പാരൻസ് അല്ലെങ്കിൽ ഇത് കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങളുടെ പാരൻസിന് ഈ മെസ്സേജ് എന്താണെങ്കിലും കാണിച്ചു കൊടുക്കുക. സോ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകും, ഫാമിലിയിൽ വഴക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന അവരിവരോട് മിണ്ടുന്നില്ല, അവരവരോട് മിണ്ടുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ അവരെനിക്ക് ഇത്രയും പൈസ തരാനുണ്ട്, ഇവരെനിക്ക് അത്രയും ചെയ്യാനുണ്ട്, അവരെന്നോട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ കുറേ ട്രോമാസ്. അത് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് നിന്ന് കിട്ടിയത്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് നിന്ന് കിട്ടുന്ന നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് കൊടുത്തു, ഗ്രാൻഡ് പാരൻസ് നമ്മുടെ പാരൻസിന് കൊടുത്തു, നമ്മുടെ പാരൻസ് നമുക്ക് തന്നു. വർഷങ്ങളായിട്ട് ഇങ്ങനെ ആ ട്രോമ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്, ഫാമിലി ട്രോമ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത ജനറേഷൻ ആണ് നിങ്ങളുടെ കുട്ടി. നിങ്ങളുടെ കുട്ടിക്കും ഈ ട്രോമ ട്രാൻസ്ഫർ ചെയ്ത് ആ കുട്ടിയുടെ ലൈഫിലും ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വാട്ട് ആർ യു ആക്ച്വലി ട്രൈങ് ടു പ്രൂവ് ബൈ ഡൂയിങ് ദിസ്? ബിക്കോസ് ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളർന്നു വരുന്ന ആ എൻറ്റയർ സാഹചര്യത്തിൽ കേട്ട് വരുന്നത്, പിന്നെ അവരോട് മിണ്ടണ്ട, അവർ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവർ നമ്മുടെ ഫാമിലിനോട് അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മളെ അവരിങ്ങനെ ചതിച്ചിട്ടുണ്ട്, നമ്മുടെ പൈസ അവർ കൊണ്ട് കളഞ്ഞിട്ട്, ഓക്കെ ആയിക്കോട്ടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബാഡ് പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളോട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ യുവർ ചൈൽഡ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ ടു സോൾവ് ഓൾ ദിസ് പ്രോബ്ലം. എനിക്ക് മക്കളോടും പറയാനുള്ളത് അതാണ്. എന്തൊക്കെ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസും വഴക്കും നിങ്ങളുടെ ഫാമിലീസ് നടക്കുന്നുണ്ടെങ്കിലും യു ആർ നോട്ട് റെസ്പോൺസിബിൾ ടു സോൾവ് എനി ഓഫ് ദാറ്റ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ പോയി അതിനെക്കുറിച്ച് ആലോചിച്ച് മെൻ്റലി സ്ട്രെസ് എടുത്ത് യു ഡോണ്ട് ഹാവ് ടു ഇൻവോൾവ് ഇൻ ഓൾ ഓഫ് ദിസ്, ബിക്കോസ് യുവർ ജനറേഷൻ ഇസ് ഡിഫറെൻറ്റ്. ദ ട്രോമ ദേ ഹാവ് ഇസ് ഡിഫറെൻറ്റ്. നിങ്ങൾ പേരൻസ് ആ കുട്ടീനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ഉള്ള വഴക്കും പഴിയും പ്രശ്നങ്ങളും ഒക്കെ തലയിലേന്തി അതിൻ്റെ ലൈഫിലും ഇത് ഫുള്ള് മുമ്പോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാനാണോ? നോ, റൈറ്റ്? So please don't involve your child. If you have family issues, you have problem with your relatives, your brothers, your sisters, please keep it to yourself. It's a humble request to you. അത് ആ കുട്ടിക്ക് കൊടുക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ആൾക്കാർ, സഹോദരങ്ങളോടോ ആരോടൊക്കെ നിങ്ങൾക്കുള്ള പ്രശ്നം അത് നിങ്ങൾ തന്നെ ചെയ്തു തീർക്കുക. ആൻഡ് മക്കൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇത് എല്ലാം കേട്ടിട്ടാണ് ഈ കുട്ടി പഠിക്കുന്നത്. ഈ വീട്ടിലെ ഈ സാഹചര്യത്തിൽ ഇരുന്നിട്ടാണ് ഈ കുട്ടി പഠിക്കാനിരിക്കുന്നതും. അപ്പോൾ പാരൻസ് ചില പാരൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളെ ഈ സിറ്റുവേഷൻ നോക്കി ഒഴിവാക്കാൻ നോക്കുക. നീ ഇതൊന്നും അറിയണ്ട, നീ പോയി പഠിച്ചോ എന്ന് പറയും. എന്നിട്ട് ഈ ഫോൺ കോളിലൂടെയും അല്ലെങ്കിൽ ഈ മറ്റുള്ളവരുമായിട്ടുള്ള ഡിസ്കഷൻസ് വരുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ
അപ്പോൾ കുട്ടിക്ക് ഓൾറെഡി അറിയുന്നുണ്ട്, കുട്ടീനെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ച കാര്യം കുട്ടിയെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ഫാമിലി ട്രോമാസ്, ഫാമിലിയിലെ ഇഷ്യൂസ് ഒക്കെ അതിൽ കുട്ടീനെ ഒരു ഭാഗമാക്കാണ്ടിരിക്കുക, കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബിക്കോസ് ഈ കുട്ടികൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും, ഞാൻ എത്ര പഠിച്ചാലും എൻ്റെ പാരൻസ് ഹാപ്പി ആവില്ല, എൻ്റെ പാരൻസിന് ഒരു സാറ്റിസ്ഫാക്ടറി ഒരു ലൈഫ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല, കാരണം ഇത് ഇവർ തലമുറകളായിട്ടുള്ള പ്രശ്നമാണ്, അത് ഞാൻ പഠിച്ച് നല്ല ഡോക്ടറായി ഞാൻ ലൈഫിൽ സെറ്റിലായി എന്ന് വെച്ചിട്ട് ഇവരുടെ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ തോന്നിയിട്ടുണ്ടോ പല ഫാമിലീസിലും ഇങ്ങനെയുള്ള റീസണുകൾ കൊണ്ടാണ് മക്കൾ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നത് വെച്ചാൽ ആ സിറ്റുവേഷനിൽ നിന്ന്, ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഇവർക്ക് എങ്ങനെയാണ് ഓടണം, ഓൾറെഡി ഇവരുടെ ഏജിൻ്റെതായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. ഈ ടീനേജും ഈ ഒരു ഏജിലുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ, എന്താ പറയുക, ലേറ്റ് ടീനേജിലേക്കൊക്കെ വരുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പ്രായത്തിൽ ഭയങ്കരമായ ഹോർമോണൽ ചേഞ്ചസ് ഇവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മക്കൾ ഭയങ്കര ഉറക്കം ഉണ്ടാവും, ഇവർക്ക് ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടാവും. അത് അവരുടെ ഏജിൻ്റെ ഒരു ഇതാണ്, ദാറ്റ് ദേ ആർ എക്സസീവ്ലി സ്ലീപ്പിംഗ്. അവർക്ക് മടിയായിട്ടുള്ളത് കൊണ്ടല്ല, ബിക്കോസ് അവരുടെ ബോഡി ഇപ്പം എന്താ പറയുക, ചില ട്രാൻസിഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഉറങ്ങുന്ന സമയത്ത് അവരെ ഉറങ്ങാൻ വിടുക. ആൻഡ് ഒരു പീസ്ഫുൾ സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞ് അവർക്ക് എണീറ്റ് പഠിക്കാനുള്ള സമയത്ത് അവരുടെ സ്റ്റഡി ടൈമിൽ അവർ പഠിക്കും. പിന്നെ ഭയങ്കരമായിട്ട് ഉറക്കമാണ്, എപ്പോഴും ഉറക്കമാണ്, രാവിലെ രാത്രി ഉറക്കമാണെങ്കിൽ ദാറ്റ് ഈസ് എ പ്രോബ്ലം. പക്ഷേ രാവിലെയൊക്കെ കുറച്ച് സമയമൊക്കെ അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുക, അവർ അധികമായിട്ട് അതിൽ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. സോ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇത്, അതായത് നിങ്ങളുടെ പ്രശ്നവും നിങ്ങളുടെ ട്രോമയും കൂടി അവർക്ക് കൊടുക്കാണ്ടിരിക്കുക. ആൻഡ് ഓൾസോ ചില പേരൻസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും നിങ്ങൾ അറിയണ്ട എന്നുള്ള രീതിയിൽ അവരെ ഒന്നും അറിയിക്കാത്ത പോലെ അവരെ വളർത്തും. എന്നിട്ട് ഫൈനലി ഒരു ദിവസം ഇവർ ഈ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ഈ ഭയങ്കരമായ ഇതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ടെൻഷനിലും സ്ട്രെസ്സിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പോയിട്ട്, നിനക്കറിയോ ഇങ്ങനെയാണ് നമ്മുടെ ഇത് നടക്കുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എല്ലാം കുട്ടിക്ക് എല്ലാം അറിയാനുള്ള പ്രായമായി എന്ന് പറഞ്ഞിട്ട് ഒരു മെച്യൂർ സ്റ്റേജ് ആയെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് ഓൾറെഡി പഠിക്കുന്നതിൻ്റെ സ്ട്രെസ് ഉണ്ട്, ഇവർ ഈ വലിയ വലിപ്പം വെച്ച് ഭയങ്കര ഹൈറ്റും ഇതും ഒക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് അവർക്ക് അത്ര വലിയ മെൻ്റൽ മെച്യൂരിറ്റി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ടെൻഷനും സ്ട്രെസ്സും എടുക്കാനുള്ള മെച്യൂരിറ്റി ആയിട്ടുണ്ടെന്ന് അവർക്ക് നമുക്കായിട്ടുണ്ടോ? നമ്മൾ വലിയ ഒരുപാട് പ്രായമായെന്ന് വെച്ചിട്ട് നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും വി ഫീൽ നമ്മളുടെ പേരൻസിനെ കാണുമ്പം അല്ലേ, നമുക്ക് വി ആർ ലൈക്ക് സ്മോൾ കിഡ്സ് റൈറ്റ്. പല സിറ്റുവേഷൻസും ഇതുവരെ എങ്ങനെ ഫേസ് ചെയ്യണം, ചില ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യണം, ചില കാര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്ന് പോലും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു, ഐ ഫീൽ. പിന്നെ ചില പാരൻസ് അതൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, ഫിനാൻസസ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഭയങ്കര ത്രെറ്റനിങ് മെൻറ്റാലിറ്റിയാണ് മക്കളോട്. നീ മര്യാദയ്ക്ക് പഠിച്ചോ, ഈ പഠിച്ചില്ലെങ്കിൽ ഒരു രൂപ പോലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇനി സ്പെൻഡ് ചെയ്യില്ല, നിനക്ക് വേണ്ടി ഞാൻ കുറേ പൈസ കൊണ്ട് കളഞ്ഞു, നീ എൻ്റെ കുറേ പൈസ നശിപ്പിച്ചു, നീ ഒരു രൂപ പോലും ഞാൻ നിനക്ക് തരില്ല. ഈ ത്രെറ്റനിങ് മെൻറ്റാലിറ്റി പാരൻസ് പറ്റുമെങ്കിലും ഒന്ന് ഒഴിവാക്കുക. ബിക്കോസ് പാരൻസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വി ആർ യെസ്റ്റർഡേസ് പീപ്പിൾ ഹൂ ആർ പ്രിപ്പയറിംഗ് ടുഡേസ് ചിൽഡ്രൻ ഫോർ ടുമോറോ. നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മൾ വളർന്നു വന്ന ജനറേഷൻ, നമ്മൾ കണ്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ മക്കൾ, നമ്മുടെ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ വേറെ എന്തൊക്കെയാണ് പറയുന്നത്, ജെൻ ആൽഫയോ അങ്ങനെ എന്തോ വേറെ പേരൊക്കെയാണ് പറയുന്നത്. അവർ വളരുന്ന രീതി, അവർ കാണുന്ന ലോകം, അവർ കാണുന്ന ടെക്നോളജി ഇസ് ഡിഫറെൻറ്റ്. നാളെ നമ്മളില്ലാത്തൊരു ലോകമുണ്ട്, ഇവരുടെ ഫ്യൂച്ചർ ഉണ്ട്, അവിടെ ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, വരാൻ പോകുന്ന കോമ്പറ്റീഷൻസ്, അത് സംതിങ് എൽസ് ആണ്. ഓക്കെ, അത് വേറൊരു ലോകമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ് നമ്മൾ ഇവരെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരിക്കലും നമ്മൾ വളർന്നു വന്ന രീതിയോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയോ, നമ്മൾ ഇവർക്ക് വേണ്ടി ഇത് ചെയ്തു അത് ചെയ്തു, പക്ഷെ ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ അവരെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അവർ ഇടുന്ന ഡ്രസ്സുകൾ, അവർ കഴിക്കുന്ന ഇന്നത്തെ ഭക്ഷണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് പോലും, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് AI എന്താണ് അല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും അറിയായിരുന്നു. ഇന്ന് നോക്കും, മെറ്റ AI ചോദിച്ചാൽ എന്തിനെക്കുറിച്ചുള്ള ആൻസർ നമുക്ക് അറിയാം. എന്തിന് നമുക്ക് ബോറടിച്ചാലൊന്ന് സംസാരിക്കണമെങ്കിൽ പോലും മെറ്റ AI റെഡിയാണ്. സോ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളും കുറച്ചൊക്കെ മാറണം, നമ്മളും കുറച്ചൊക്കെ ടെക്നോളജിയെ മനസ്സിലാക്കണം. ഇത് ഞാൻ മുമ്പും വന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ത്രൂ ഔട്ട് ഇങ്ങനെ ബ്ലെയിം ഗെയിം കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് വളർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കുട്ടി നിങ്ങളെ കൂടുതൽ വെറുക്കുകയുള്ളൂ. എന്നിട്ട് എല്ലാ പേരൻസും ചെയ്യുന്നത് എന്താ, കുറേ നാൾ കഴിഞ്ഞ് കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യും, എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിപ്പോവും.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് പ്രായമായി കഴിയുന്ന സമയത്ത് ഇവരെന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മളെ നോക്കുന്നില്ല എന്ന് പറയും. അങ്ങനൊന്നും ഒരു എക്സ്പെക്റ്റേഷനിലും നമുക്കൊരു കുട്ടീനെ വളർത്താൻ പറ്റില്ല ഇന്നത്തെ ജനറേഷനിൽ. പ്ലീസ് ഡോണ്ട് സെറ്റ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് പ്ലീസ് ഡോണ്ട് ടെൽ ദം ഓൾസോ. അത് അവർക്ക് ഭയങ്കര സ്ട്രെസ് കൊടുക്കുകയാണ്. അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരണം, നിങ്ങൾക്കൊരു നല്ല സേഫ് ലൈഫ് ഉണ്ടാക്കണമൊക്കെ അവർക്കറിയാം. ദേ നോ ദാറ്റ് വെരി വെൽ. അതിങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയണം, നീയാണ് എന്നെ വലുതാകുമ്പോൾ നോക്കേണ്ടത്, എനിക്ക് പ്രായമാകുമ്പോൾ നീയാണ്, നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഒരു ഓവർ ബർഡൻ സ്ട്രെസ് ഇപ്പോഴേ അവർക്ക് കൊടുക്കാണ്ടിരിക്കുക. അവർ റെസ്പോൺസിബിൾ ആയിട്ട് വളർന്നോളും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ട്രെസ് കാരണം ലേറ്റർ ഓൺ നിങ്ങൾക്കൊരു ഓൾഡ് ഏജ് വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളെ നോക്കാൻ ഉണ്ടായിരുന്നുണ്ടാവില്ല. അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഒന്ന് സെറ്റ് ചെയ്യാണ്ടിരിക്കുക. പാരൻസ്, നമ്മളുടെ റിട്ടയർമെൻറ്റ് ലൈഫ്, നമ്മളുടെ ഓൾഡ് ഏജിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് നമ്മൾ തന്നെ സേവ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതല്ലേ നല്ലത്. അതിന് കുട്ടികളുടെ എക്സ്പെക്റ്റേഷൻ, കുട്ടികൾ അവരുടെ ലൈഫ് ജീവിക്കുന്നത്, അവരുടെ ഫ്യൂച്ചർ എന്തിനാണ്, നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറയുന്നത്, അത് ഭയങ്കര തെറ്റല്ലേ? അല്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ വെക്കുന്ന പെൺകുട്ടികളോട് പറയുന്ന കാര്യമാണ്, നിന്നെ പഠിപ്പിക്കാൻ വെക്കുന്ന പൈസ നിന്നെ കെട്ടിച്ചു വിടാൻ വേണ്ടി വെക്കായിരുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ വെച്ച പൈസ എന്നാണ് തരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയല്ലേ. നമ്മൾ 19th century ഒക്കെ കഴിഞ്ഞ് ഒരുപാട് മുമ്പോട്ട് വന്നു. ഓക്കെ, സോ പ്ലീസ് 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 ഡോണ്ട് ഗിവ് ദം ഓൾ ദീസ് തിങ്സ്. ദേ ആർ ദ ന്യൂ ജനറേഷൻ. ഏത് ജനറേഷനിലെ മക്കളാണെങ്കിലും ഇതൊന്നും അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലടാ. മനസ്സിൽ അവർ ഭയങ്കര പാവങ്ങളാണ്, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ പറ്റാതെ കരയുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഗിവ് ദം ദാറ്റ് സ്പേസ്. കുറച്ച് സമയം ഒറ്റയ്ക്കൊക്കെ വിടുക, അവർ തന്നെ വന്നോളും, അവർ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോളും. നമ്മുടെ മക്കളല്ലേ അവർ, they will come back to us. So please don't give them this. ഞാൻ എല്ലാ പാരൻസിനും വന്നിട്ട് ഒരു ഫ്രണ്ട്ലി റിമൈൻഡർ തരണം തോന്നി. പിന്നെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓൾ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നിങ്ങളൊക്കെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും അറിയില്ല, എനിക്ക് ഞാൻ പഠിച്ചത് ഒന്നും ശരിയാവുന്നില്ല എന്ന് വിചാരിക്കുന്നത് അത് അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ ആങ്സൈറ്റി കൊണ്ടും നിങ്ങളുടെ സ്ട്രെസ് കൊണ്ടും നിങ്ങൾക്ക് തോന്നുന്നതാണ് എനിക്കൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല എന്നുള്ളത്. സോ പ്ലീസ് സ്റ്റോപ്പ് വറിങ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫാമിലിയിലുള്ള വഴക്ക്, പ്രശ്നങ്ങൾ, ഇതൊന്നും സോൾവ് ചെയ്യാൻ നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല. ഒരു റിലേറ്റീവിനോടും ആരോടും നിങ്ങൾ അനാവശ്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമോ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമോ ഇല്ല. സോ പ്ലീസ് സ്റ്റോപ്പ് വറിങ്. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റെന്താണെന്നറിയോ? യു കീപ് റിപ്പെൻറ്റിങ്. ഭയങ്കര പശ്ചാത്താപമാണ്. എന്താ ഇങ്ങനെ, ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു. പ്ലീസ് സ്റ്റോപ്പ് റിപ്പെൻറ്റിങ് ഫോർ ദോസ് മിസ്റ്റേക്സ് ദാറ്റ് യു ഹാവ് നോട്ട് കമ്മിറ്റഡ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുള്ളത് നിങ്ങളുടെ തെറ്റല്ല, അത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിലെ ആളെ അല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പാരൻസിന് എന്തെങ്കിലും വിഷമം വന്നാൽ, വയ്യായ്ക വന്നാലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉണ്ടാവും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങളുടെ സ്റ്റഡീസിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒന്നും, നിങ്ങൾ വിഷമിക്കുന്ന വിഷമമോ കരയുന്ന കണ്ണീരോ ഒന്നുമല്ല. സോ പ്ലീസ് ഡോണ്ട് സാക്രിഫൈസ് യുവർ സ്റ്റഡീസ് ഫോർ എനിത്തിങ്. നിങ്ങൾക്ക് നല്ലപോലെ പഠിച്ച് ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങളൊരു ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവില്ല. യു ക്യാൻ ചേഞ്ച് ഓൾ ദി സിറ്റുവേഷൻസ്, റൈറ്റ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്ലീസ് മേക്ക് മണി, പ്ലീസ് ഗെറ്റ് സെറ്റിൽ സോ ദാറ്റ് യു ക്യാൻ റൺ ഔട്ട് ഓഫ് സിറ്റുവേഷൻസ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക്. ഓക്കെ, എല്ലാവരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാം, എല്ലാവരുടെ ലൈഫും നമുക്ക് ബെറ്റർ ആക്കാം. അപ്പോൾ അതിനു വേണ്ടി പഠിക്കുക. അപ്പോൾ പാരൻസ്, ഐ ഹോപ്പ് യു ഗോട്ട് മൈ മെസ്സേജ്. ആൻഡ് ചിൽഡ്രൻ, ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. അപ്പോൾ പാരൻസിന് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ബി പോസിറ്റീവ്, സ്റ്റഡി വെൽ, ആൻഡ് കീപ് വർക്കിംഗ് ഹാർഡ്. ഓൾ ദി ബെസ്റ്റ്.